കഥ ഭർത്താവ് ഭാഗം 5. വൈകുന്നേരം 5 മണിയുടെ അടുത്ത നേരം. പനമ്പിൽ പുഴുങ്ങി ഉണങ്ങാനായി നിരത്തിയിട്ടിരുന്ന നെല്ല് കാലുകൊണ്ട് നീക്കി കൂട്ടിയ ശേഷം പനമ്പിൻ്റെ 4 മൂലയും ഉയർത്തി കൂനിക്കൂട്ടിയും നിൽക്കുകയാണ് ഗോപിനാഥൻ. തൊട്ടടുത്ത് മറ്റൊരു പറമ്പിൽ ഉണങ്ങാനിട്ട നെല്ല് കൂട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കോരി ഉപയോഗിച്ച് വാരി ചാക്കി നിറച്ചുകൊണ്ട് അയാളുടെ ഭാര്യ ചന്ദ്രികയും നിൽപ്പുണ്ട്. 5:30 ആകും മുമ്പേ ജോലിക്കാരൻ ദാസപ്പൻ പെട്ടിയോട്ടോയുമായി വന്ന് നെല്ല് മില്ലിലേക്ക് കൊണ്ടുപോകും. 3 ചാക്കോളം നെല്ല് നിറച്ചു വെച്ച ശേഷം നിവർന്നു നിൽക്കുമ്പോഴാണ് ചന്ദ്രിക ആ കാഴ്ച കാണുന്നത്. കതിരണിപ്പാടത്തിന് മധ്യയുള്ള മൺപാതയിലൂടെ നടന്ന് ശ്രീരേഖ വീടിന് മുമ്പിലൂടെ പോകുന്ന കോൺക്രീറ്റ് റോഡിലേക്ക് കയറുന്നു. ശ്രീയല്ലേ ആ വരുന്നത്? അവളെ ഇങ്ങോട്ട് കണ്ടിട്ട് 5-6 ദിവസമാകുന്നല്ലോ. ഇപ്പോൾ ഓർത്തതേയുള്ളൂ ഞാൻ. ഡ്യൂട്ടി കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു. ഇന്ന് അവൾ ഹോസ്പിറ്റലിൽ നിന്നും നേരത്തെ ഇറങ്ങിക്കാണും. അവസാന ചാക്കിലും നെല്ല് വാരി നിറച്ച ശേഷം ഗോപിനാഥൻ നിവർന്നു നിൽക്കുമ്പോഴാണ് ശ്രീരേഖ പടവുകൾ കയറി മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞത്. എന്തൊരു കോലമാടിയത്! അവിടെന്താ വെപ്പും കുടിയും ഒന്നുമില്ലേ? അതോ ഇനിയും മെലിഞ്ഞു കിട്ടാൻ നീ ആഹാരം കഴിക്കുന്നത് പകുതിക്ക് പകുതിയാക്കിയോ? ഗോപിനാഥൻ ശാസനാരൂപേണ അയാളോട് തിരക്കി. ശ്രീരേഖ അത് കേട്ട് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. താൻ എന്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞാലും അതൊരു ചിരിയിലൊതുക്കി മറുപടി തരികയാണ് ശ്രീരേഖയെന്ന് അയാൾക്കറിയാം. കഴിഞ്ഞ തവണ വരുമ്പോൾ ഇതിലും ഭേദമായിരുന്നു. എൻ്റെ കൊച്ചേ, നിനക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചു പോരാൻ മേലായിരുന്നടി. രാവിലെ മുതൽ പോയി നിന്ന് ജോലി ചെയ്തിട്ടും അവൾ 1.5 കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. 50 രൂപ ഓട്ടോ കൂലി ഇല്ലാഞ്ഞിട്ടാണോ നീ നടന്ന് ക്ഷീണിച്ചു വന്നത്? വയൽക്കാറ്റിൽ പറന്നു വന്ന് ശ്രീലേഖയുടെ മെടഞ്ഞിട്ട നീളൻ മുടി തടഞ്ഞിരുന്ന് ഉണങ്ങിയ കതിരോലത്തുമ്പ് ചന്ദ്രിക നീട്ടി എടുത്തു കളഞ്ഞു. അവളെ ഇപ്പോൾ കണ്ടാൽ പറയുവോ ഗോപിയേട്ട വെപ്പും കുടിയുമുള്ള വീട്ടിലെ പെണ്ണാണെന്ന്? വാ, ചായ ഇട്ട് തരാം. ഗോപിയേട്ടനും വരണേ. ചന്ദ്രിക അവളുടെ കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡൈനിങ് ഹാളിൽ ഒരു കസേര നീക്കിയിട്ട് ശേഷം ശ്രീലേഖയോട് അവിടെ ഇരുന്നോളാൻ അവർ പറഞ്ഞു. കുറച്ച് നടന്നില്ലടി, അവിടെ ഇരിക്ക്, ഞാൻ ചായ എടുക്കട്ടെ. അവർ മുറുക്കും അപ്പച്ചവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്ത് അവൾക്ക് മുമ്പിലേക്ക് വെച്ച് കൊടുത്തു. നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോണം. ചന്ദ്രിക ചായ എടുത്തും കൊണ്ട് നിൽക്കുമ്പോൾ പൈപ്പിൻ ചുവട്ടിൽ പോയി കയ്യും മുഖവും കഴുകിയിട്ട് ഗോപിനാഥനും അവിടേക്ക് വന്നു. അയാൾ വന്ന് എന്തുണ്ട് മോളെ മാടവനയിലെ വിശേഷം എന്ന് ചോദിക്കുമ്പോഴേക്കും പുറത്ത് പെട്ടിയോട്ടയുടെ ഓൺ ശബ്ദം കേട്ടു. ദാസപ്പൻ വന്നെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. 5-6 ചാക്ക് നെല്ലുണ്ട്. അവനെക്കൊണ്ട് ഒറ്റയ്ക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല. അയാൾ തിരിഞ്ഞു നടക്കാൻ നേരം ശ്രീലേഖ ചോദിച്ചു, ചെറിയച്ഛനും പോകണോ മില്ലിലേക്ക്? അല്ല മോളെ, അവൻ ഒറ്റയ്ക്ക് പോയിക്കോളും. ഞാൻ അവനെ നെല്ല് വണ്ടിയിൽ കയറ്റാൻ സഹായിച്ചാൽ മതി. അവൾക്കെന്തോ തന്നോട് പറയാനുണ്ടെന്ന് ഗോപിനാഥന് തോന്നി. നേരം വൈകിയ നേരത്തുള്ള ഈ വരവിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരിക്കില്ല. ഗോപിനാഥൻ ചെന്ന് ചാക്കുകെട്ടുകൾ ഓട്ടോയ്ക്കുള്ളിൽ കയറ്റാൻ സഹായിച്ച ശേഷം മില്ലിൽ നൽകാനുള്ള കൂലിക്കാശും കൊടുത്ത് ദാസപ്പനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഗോപിനാഥൻ തിരിച്ചെത്തുമ്പോൾ ശ്രീലേഖ അടുക്കളയിൽ ചന്ദ്രികയ്ക്കരികിൽ നിൽക്കുകയാണ്. ശ്രീലേഖയുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസിൻ്റെ ആവി പറക്കുന്ന ചായ ഒരു കവിൾ പോലും അവൾ കുടിച്ചിട്ടില്ലെന്ന് അയാൾക്ക് തോന്നി. നിങ്ങൾ മാടവനയിൽ എന്തുകൊണ്ട് വിശേഷമെന്ന് ശ്രീയോട് ചോദിച്ചിട്ടല്ലേ പോയത്? കേട്ടോ ഇവിടുത്തെ വിശേഷം? ശ്രീക്ക് സരോജിനി ചേച്ചി ഒരു ഗൾഫുകാരൻ്റെ കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഗൾഫുകാരനാണെന്ന് കേട്ടപ്പോൾ സരോജിനി ചേച്ചിയുടെ മനസ്സിളകി കാണും. ചന്ദ്രിക താൻ ശ്രീലേഖയിൽ നിന്നും കേട്ട കാര്യം വിശ്വസിക്കണോ വേണ്ടയോ എന്ന സന്ദേഹത്തിൽ ഗോപിനാഥനോട് പറഞ്ഞു. ഓടി അവിടുന്ന്. അവൾക്ക് കല്യാണാലോചന വന്നാൽ നമ്മൾ അറിയാതിരിക്കുമോ? അതിന് ഏത് ദേവേന്ദ്രൻ്റെ ആണെങ്കിലും ആലോചന വരുമ്പോൾ ഏട്ടത്തിയത് നമ്മോടല്ലേ അറിയിക്കേണ്ടത്? സരോജിനി ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലോ? എന്നാലും ശ്രീ അവളുടെ മനസ്സിലുള്ളത് അവരെ അറിയിച്ചതല്ലേ. പിന്നെയും എന്തിനാ ഇങ്ങനൊരു ആലോചന? ചന്ദ്രിക ഭർത്താവിനെയും ശ്രീലേഖയെയും മാറി മാറി നോക്കി. നേരാണോ മോളെ ഇവള് പറയുന്നത്? ഏട്ടത്തിയതിനിടയിൽ ഇങ്ങനൊരു പണി ഒപ്പിച്ചോ? ഗോപിനാഥൻ വിശ്വാസം വരാത്ത മട്ടിൽ അവളെ നോക്കി. അമ്മ വിളിച്ച് ആവശ്യപ്പെട്ടിട്ട് ആ ആലോചനയും കൊണ്ട് വന്നതെന്ന സുനിതയോട് ബ്രോക്കർ പറഞ്ഞത്. ഞാൻ വീട്ടിലില്ലായിരുന്നു ചെറിയച്ഛ. നീ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനൊരു കാര്യം നടക്കാൻ പാടില്ലല്ലോ. സുകുമാരൻ്റെ കാര്യം ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ. മറ്റൊരു കല്യാണത്തിന് നീ സമ്മതിക്കില്ലെന്ന് ഇരിക്കെ ഇങ്ങനെയൊരു ആലോചന വരണമെങ്കിൽ അത് നടത്താൻ തന്നെയാവും മോളെ നിൻ്റെ അമ്മയുടെ തീരുമാനം. നെറികേടല്ലേ ഗോപിയേട്ട അത്? ആ പാവം ചെറുക്കനെ മോഹിപ്പിച്ചു പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇപ്പോൾ പറയുക അവൻ്റെ അച്ഛൻ തെങ്ങ് കയറ്റക്കാരൻ ജാതിയിൽ താഴ്ന്നവനുമാണെന്ന്. അവൻ്റെ സൗജന്യം കണക്കില്ലാതെ വണ്ണം പറ്റിയിട്ടുണ്ടെന്നിപ്പോൾ സരോജിനി ചേച്ചി ഇതൊന്നും ഓർമ്മയില്ലായിരുന്നോ? എല്ലാം പോട്ട്. അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നതും കുടിച്ചതും എടുത്തതുമെല്ലാം പലിശ സഹിതം തിരിച്ചു കൊടുത്തിട്ടാണ് ഈ ചെറ്റത്തരം കാണിക്കുന്നതെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് ആ ചെറുക്കൻ വന്ന് അവരുടെ മുമ്പിൽ നിന്നാൽ അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും ഈ തള്ള? അമ്പമ്പോ മോളെ, നീ സങ്കടപ്പെടാൻ പറയുവല്ല. എൻ്റെ അമ്മയുടെ തൊലിക്കട്ടി ഞാൻ സമ്മതിച്ചു വന്നേക്കുന്നു. ചന്ദ്രിക പരിഹസിക്കും മട്ടിൽ പറഞ്ഞു. നിർത്തടി. കാര്യം എന്താണെന്ന് കൃത്യമായി അറിയാതെ നീ ഇങ്ങനെ തുള്ളിച്ചാടണ്ട. സ്വന്തം ഭാര്യയാണെങ്കിലും സഹോദരൻ്റെ കുടുംബത്തെ പരിഹസിക്കുന്ന ഗോപിനാഥന് അത്ര ഇഷ്ടപ്പെട്ടില്ല.
ചെറിയച്ഛനൊന്ന് വരുമോ വീട്ടിലേക്ക്? അമ്മയോടൊന്ന് സംസാരിക്കണം. എനിക്ക് മറ്റൊരു കല്യാണം വേണ്ട ചെറിയച്ഛ. ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ ഞാൻ വീട്ടിൽ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി നിന്നോളാം എന്ന് അമ്മയോട് ചെറിയച്ഛൻ ഒന്ന് പറയുമോ? എന്നാലും എനിക്ക് സ്നേഹിച്ച പുരുഷനോട് ചതി കാട്ടാൻ വയ്യ. എനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ സുനിതയല്ലാതെ ആരുമില്ല ചെറിയച്ഛ. അവൾ എന്തെങ്കിലും പറയാനായി വായി തുറന്നാൽ തന്നെ അമ്മ ആട്ടും. ചെറിയച്ഛനാവുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവളുടെ ഒച്ച ഇടറി തുടങ്ങുന്നത് കണ്ടപ്പോൾ അയാളുടെ നെഞ്ചു പൊടിഞ്ഞു. ശകുന്തള അപ്പച്ചി വന്നിട്ട് പോയതോടെ അമ്മ ഇത് നടത്തിയടങ്ങും എന്ന നിർബന്ധത്തിലാണ്. അമ്മയുടെ ആഗ്രഹം പോലെ വരുന്ന ആൾ കല്യാണം കഴിഞ്ഞാൽ മാടവനയിൽ നിൽക്കാനും തയ്യാറാണ്. അവൾ താൻ അറിഞ്ഞ കാര്യമെല്ലാം അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞു. ആകെ പ്രശ്നമാണല്ലോ. ഏട്ടത്തി എന്തൊക്കെയാ മനസ്സിൽ കണ്ടു കാണും. ശകുന്തള ചേച്ചി ചെന്ന് അതിന് വെള്ളവും വളവും നൽകിയിട്ട് തിരിച്ചു പോന്നു. ഇനി അനുഭവിക്കാനുള്ളതെല്ലാം മറ്റുള്ളവരും. അയാൾ കൈകൾ കൂട്ടി തിരുമ്മി. എന്തനുഭവിക്കാൻ ഗോപിയേട്ടൻ അവിടെ പോയി ആരുടെയും കാല് പിടിക്കാനും കൈ പിടിക്കാനും നിൽക്കണ്ട. പറ്റുമെങ്കിൽ അവളുടെ കൈ ആ സുകുമാരൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ പറയും ചേട്ടത്തിയോട്. ഒന്നുമല്ലെങ്കിലും മോളുടെ കണ്ണിനി ജീവിതത്തിൽ നിറയാതിരിക്കാനെങ്കിലും കാണാം എന്ന് പറയും സരോജിനി ചേച്ചിയോട്. നല്ല മനസ്സുള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊള്ളും. എന്നിട്ട് അതിന് തയ്യാറായില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോണം മോളെ അവൻ്റെ കൂടെ. അവൻ നിന്നെ കൊണ്ട് പോകാൻ തയ്യാറാണല്ലോ. പിന്നെന്ത് പേടിക്കാനടി? ധൈര്യമായിട്ട് ഇറങ്ങിക്കൂടി. നീ നിൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഞങ്ങളുമൊക്കെ പിന്നെ എന്തിനുള്ളതാടി നീ കരുതിയിരിക്കുന്നത്? നിനക്കൊരു സങ്കടം വരുമ്പോൾ നിൻ്റെ കൂടെ നിൽക്കാനുള്ളതാണ് ഞങ്ങളുടെ ചുമതല. സുകുമാരൻ്റെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ നിന്നെ ജീവനാണല്ലോ പറഞ്ഞത്. പോയി ജീവിച്ചോ മോളെ. ഈ ലോകത്ത് നിൻ്റെ അമ്മയല്ലാതെ മറ്റാരും നിങ്ങളെ ശല്യപ്പെടുത്താൻ അങ്ങോട്ട് വരില്ല. ചന്ദ്രിക അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു. അവർ നിന്നെ പെണ്ണ് കാണാൻ വരുമെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ മോളെ? ഗോപിനാഥൻ ചോദിച്ചു. എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഏത് നേരം അമ്മ വിളിച്ചാലും ലീവ് എഴുതി കൊടുത്തിട്ട് പോന്നോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ചെറിയച്ഛൻ പറഞ്ഞത് തന്നെയല്ലേ. നീ പേടിക്കേണ്ട മോളെ, ഞാൻ വരാം. പെണ്ണ് കാണൽ ചടങ്ങൊന്നും നടക്കാതിരുന്നാൽ നമുക്ക് സാവകാശമുണ്ടല്ലോ. നാളെ കഴിഞ്ഞോ അതിനടുത്ത ദിവസമോ തന്നെ ഞാൻ വരാം. നീ പേടിക്കണ്ട. അയാൾ അവിടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏട്ടത്തി എന്ന് വിളിച്ച് തേനൊലിപ്പിച്ചും കൊണ്ട് കയറിച്ചെല്ലാതെ ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. അവൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മളെ അറിയിച്ചില്ലെന്ന്. ആദ്യം അതിൻ്റെ മറുപടി തരട്ടെ. അവർ അവരുടെ ഭർത്താവിൻ്റെ കൂടപ്പിറപ്പാണെന്ന് പരിഗണന പോലും അവൾ ഗോപിയേട്ടന് ഇവിടെ കാട്ടുന്നില്ലല്ലോ. ഞാൻ അത് ചോദിക്കുമ്പോൾ നമ്മൾ ഈ വിവരം എങ്ങനെ അറിഞ്ഞു എന്ന് ഏട്ടത് ചോദിക്കില്ലേ? ഇവൾ വന്ന് നമ്മോട് സങ്കടം പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? എന്താ പറഞ്ഞാൽ ഇവിടെ കണ്ണീര് പെറ്റമ്മ കാണാത്തത് കൊണ്ടല്ലേ അവൾ നമ്മുടെ അടുത്തേക്ക് വന്നത്? അത് മനസ്സിലാകാതിനുള്ള കഴിവില്ലാതെ അവരെന്താ പൊട്ടിയാണ്? അല്ലെങ്കിൽ വേണ്ട ഗോപിയേട്ടാ, ഇവൾ വന്ന് പറഞ്ഞതാണെന്ന് പറയണ്ട. ശകുന്തള ചേച്ചി ഫോൺ ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞേക്ക്. ഈ പെണ്ണിന് ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി കൊടുക്കാൻ പറയാനുള്ളതിന് പകരം ഇതിൻ്റെ ജീവിതം കൊഞ്ഞാട്ടാക്കാൻ കൂട്ടി നിൽക്കുകയല്ലേ ശകുന്തള ചേച്ചി. അവർ തന്നെയാ ഈ കാര്യം പറഞ്ഞതെന്ന് പറയേ. തല പോയാലും ഈ വിവരം ഞാൻ പറഞ്ഞതായിട്ട് നീ സരോജിനിയോട് അറിയിക്കല്ലിട ഗോപി. അവളറിഞ്ഞാൽ എന്ന് ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ലെന്ന് എന്നും പറഞ്ഞേക്ക്. രണ്ടും കൂടി അവിടെ കിടന്ന് അടിക്കട്ടെ. അത്രയ്ക്കും കൊള്ളില്ലല്ലോ. ഒരു പ്രതികാരം വീട്ടി സംതൃപ്തിയോടെ ചന്ദ്രിക പറഞ്ഞു നിർത്തി. കുറച്ചു നേരം കൂടി അവരോട് സംസാരിച്ചിരുന്ന ശ്രീലേഖ മടങ്ങിപ്പോകുന്നത്. ഇപ്പോൾ അവൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നിത്തുടങ്ങിയിരുന്നു. അമ്മ എന്ത് തന്നിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാലും തനിക്കൊപ്പം ശക്തി പകർന്നു തന്ന് എതിർത്ത് നിന്ന് സഹായിക്കാൻ ആരൊക്കെയുണ്ട്. താൻ കരുതിയതുപോലെ താൻ തനിച്ചൊന്നുമല്ല. ചൊവ്വാഴ്ച പകൽ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ സ്ട്രൈക്കായതിനാൽ സുനിതയും ശ്രീകുട്ടനും തിരികെ വന്നിട്ട് ശ്രീകുട്ടൻ ട്യൂഷന് പോയിരിക്കുകയാണ്. സുനിത അവൻ ട്യൂഷൻ പോകുന്ന വീടിന് മുമ്പ് വരെ കൊണ്ടുവിടാനും പോയിരിക്കുന്നു. സരോജനമ്മ പൂവാലിയെ കുളിപ്പിച്ച് മുറ്റത്തെ തെങ്ങിൽ കെട്ടിയിട്ട് വല്ലാത്തൊരു തളർച്ച തോന്നിയതിനാൽ അടുക്കളവാതിലിൽ കിടക്കുന്ന ബെഞ്ചിൽ കിടന്നു. അതിനിടയിലാണ് അവർ പുറത്തുനിന്നും കൃഷ്ണൻകുട്ടിയുടെ "സരോജിനിയെ, ഇവിടെ ആരുമില്ലേ?" എന്നുള്ള വിളി കേൾക്കുന്നത്. സരോജിനമ്മ ചാടി എണീറ്റ് മുൻവശത്തേക്ക് ചെന്നു. "കൃഷ്ണേട്ടനായിരുന്നോ? ഞാൻ കരുതി കൃഷ്ണേട്ടൻ നീ പോയതാ തിരിച്ചു വരാനേ പോകുന്നില്ലെന്ന്. ഒരു വിവരവും ഇല്ലാതായപ്പോൾ ആ ആലോചന മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്." സരോജിനമ്മ ഒരു നെടുവീർപ്പിട്ടു. "അതെന്നാ വർത്താനമാ സരോജിനി പറയുന്നത്? ഞാനെത്ര നെറിയില്ലാത്തവനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? 45 വർഷം കഴിഞ്ഞു കൃഷ്ണൻകുട്ടി ഇപ്പണിക്ക് ഇറങ്ങിയിട്ട്. ഇന്നോളം ഞാൻ മൂലം ഒരു പെണ്ണിൻ്റെയും ആണിൻ്റെയും കണ്ണിലുള്ള ഒരു തുള്ളി കണ്ണീര് ഈ ഭൂമിയിൽ വീഴാൻ ഇടയാക്കിയിട്ടില്ല. ഇനി ആക്കുകയില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്ന സരോജിനി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പെൺകൊച്ചിനെ ശ്യാമിനി. ഇനി ഞാനില്ലാതായാലും അവൻ ഈ കൊച്ചിനെ തന്നെ കല്യാണം കഴിക്കൂ പോരെ? ഞാനങ്ങ് പേടിച്ചു പോയി കൃഷ്ണേട്ടാ, അതുകൊണ്ടാ. അല്ലാതെ കൃഷ്ണേട്ടനെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല." സരോജിനി അമ്മ അയാളെ ശാന്തനാക്കാൻ എന്ന മട്ടിൽ പറഞ്ഞു. "ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ നമ്പർ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലേ സരോജിനി പോയത്?
കൊച്ചു വന്നപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്ത് സമ്മതം വാങ്ങിച്ചിട്ട് എന്നെ വിളിക്കുന്നില്ലെങ്കിൽ ശ്യാം എപ്പോഴോ ഇവിടെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോകില്ലായിരുന്നോ? എന്നിട്ടും കുറ്റം എനിക്കല്ലേ? ഞാൻ കുറ്റപ്പെടുത്തിയല്ല കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടൻ പിന്നൊന്നും വിളിക്കുക പോലും ചെയ്യാതായപ്പോൾ ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയതാ. പോട്ടെ, ഇനി പറഞ്ഞിട്ടെന്താ? അതങ്ങ് വിട്ടു കൃഷ്ണേട്ടാ. ഞാനിപ്പോൾ വന്നത് സരോജിനിയോട് വേറൊരു കാര്യം പറയാനാ. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ മോള്? ഹോസ്പിറ്റൽ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ പെൺപിള്ളേർ സാധാരണ എടുത്തു വയ്ക്കാറുള്ളതാണ്. ഇപ്പോൾ അവൾക്ക് വിദേശത്തോട്ട് പോകാനൊക്കെ ചാൻസ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴോ അവൾ പറയുന്നത് കേട്ടായിരുന്നു എടുക്കണമെന്നൊക്കെ. അവളും 1-2 കൂട്ടുകാരികൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അവളിത് പറഞ്ഞത്. എടുത്തിട്ടുണ്ടെന്ന് തിട്ടം പോരാ കൃഷ്ണേട്ടാ. എടുത്തിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറയണേ മോളോട്. ശ്യാമിന് വിസയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറെക്കുറെ ശരിയായിരിക്കുക. കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ശ്യാം തിരിച്ചു കുവൈറ്റിലേക്ക് പോകും. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവന് ഭാര്യയും കൂടി അങ്ങ് കൊണ്ടുപോകാമല്ലോ. ഇനി പോയാൽ തന്നെ 2 വർഷം കഴിയണം അവർക്ക് നേരിട്ട് കാണാൻ. ഇതാവുമ്പോൾ 4-5 മാസം കൂടുമ്പോൾ ശ്രീലങ്കയ്ക്ക് പോയി അവൻ്റെ അടുത്ത് 1-2 മാസം നിന്നിട്ട് തിരിച്ചു പോരാം. അതുകൊണ്ട് ശ്യാം ഇന്ന് രാവിലെ എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്. കൃഷ്ണേട്ടൻ നേരിട്ട് ചെന്ന് അവരോട് പറയണമെന്നും പറഞ്ഞു. എൻ്റെ ദൈവമേ! സരോജിനിയമ്മ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി. ഈ ചുറ്റോട് ചുറ്റിനുള്ള വീട്ടുകാരെല്ലാം ഗൾഫുകാരുണ്ട് കൃഷ്ണേട്ടാ. അങ്ങനൊരു സാധനം ഇല്ലാത്തത് ഈ വീട്ടിൽ മാത്രമാണ്. ദൈവം തുണച്ചു. അതും നടക്കാൻ പോവാ, സരോജിനിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു സന്തോഷം കൂടി തന്നേക്കാം. ഞാൻ സരോജിനിക്ക് ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് മറ്റന്നാൾ, ശ്യാമും അവൻ്റെ ആരൊക്കെ ബന്ധുക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീലേഖ അവർക്കൊക്കെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടി സമ്മതമല്ലേ? ആണോന്ന് ബന്ധോ? ചോദ്യം കൃഷ്ണേട്ടാ. ഇത് ഞാൻ അത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് കൃഷ്ണേട്ടൻ ഇങ്ങോട്ട് പറയുന്നത്. എന്നാൽ വിവരങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങുവാണ് സരോജിനി. നിൽക്ക് കൃഷ്ണേട്ടാ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കൃഷ്ണേട്ട ഒന്നും തന്നല്ല. സരോജിനിയമ്മ പെട്ടെന്ന് അകത്തേക്ക് പോയി അരിപ്പെട്ടിയിൽ നിന്നും ഒരു 100-ൻ്റെയും നോട്ടെടുത്തും കൊണ്ട് വന്ന് അയാൾക്ക് നേരെ നീട്ടി. എന്താ ഇത്? ഇതൊന്നും വേണ്ട. ഒറ്റ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചേക്കരുതെന്നാണ് ശ്യാം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കിട്ടാനുള്ളത് മുറ പോലെ അയാളും അയാളുടെ വീട്ടുകാരും തരുന്നുണ്ട്. ഇത് കയ്യിൽ തന്നെ വെച്ചോ സരോജിനി. ആ കൊച്ചൻ ഈ വീട്ടിൽ വന്ന് കയറുന്നത് നിങ്ങളുടെ ഭാഗ്യമാ സരോജിനി. ഇതുപോലെ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കാണില്ല. എനിക്ക് 10-100 അധികം തരുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പൊക്കി പറയുന്നില്ല. കൊടുക്കാനും വാങ്ങാനും മറ്റുള്ളവരെ സഹായിക്കാനും സമ്മതിച്ചു കൊടുക്കണം. അതിനൊക്കെ ശ്യാമിനെ, അതാ ഞാൻ പറഞ്ഞത്, ആ ഭാഗ്യം നിങ്ങൾക്കാ കിട്ടാൻ പോകുന്നതെന്ന്. എനിക്കറിയാം കൃഷ്ണേട്ടാ, എനിക്കറിയാം. ഉടയ തമ്പുരാൻ ഞങ്ങളെ കൈവിടില്ലെന്ന്. സരോജിനിയമ്മയുടെ ഒച്ച ചിലമ്പി. തുടരും കഥയുടെ അടുത്ത ഭാഗം.